എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആനുവൽ എക്സാമിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? യൂസിങ് ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് വേർഡ് പെയർ കംപ്ലീറ്റ് ദ സെക്കൻഡ്. ഫസ്റ്റ് വേർഡ് പെയർ തന്നിട്ടുണ്ട്, അതനുസരിച്ചിട്ട് സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ നോക്കി എന്താണ്? വോൾട്ടേജ് ആണ്. വോൾട്ടേജ് എന്താണ്? വോൾട്ട് മീറ്റർ ആണ്. ഇലക്ട്രിക് കറണ്ട് ഏതാണ്? അമീറ്റർ. ഇലക്ട്രിക് കറണ്ട് ഏതാണ്? അമീറ്റർ ആണ്. ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിന് പറയുന്ന പേരാണ് അമീറ്റർ. ഇങ്ങനെ വേർഡ് പെയർ മിക്കപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, അത് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബോയ് ഓഫ് മാസ് 50 കിലോഗ്രാം ക്യാൻ ക്ലൈംബ് എ മൗണ്ടൻ ഓഫ് ഹൈറ്റ് 30 മീറ്റർ ഇൻ 5 മിനിറ്റ്. വാട്ട് വിൽ ബി ഹിസ് പവർ? 50 കിലോഗ്രാം മാസുള്ള ഒരു കുട്ടിക്ക് 30 മീറ്റർ ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ നടന്നെത്താൻ 5 മിനിറ്റ് വേണ്ടി വന്നു. ആ കുട്ടിയുടെ പവർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുട്ടിയുടെ മാസ് വന്നിട്ടില്ല. മാസ് എത്രയാണ്? 50 കിലോഗ്രാം ആണ്. നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നേരത്തെ എപ്പോഴും തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക കേട്ടോ. അങ്ങനെ എടുത്തെഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് ഇക്വേഷനാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. മാസ് 50 കിലോഗ്രാം ആണ്. ഹൈറ്റ് തന്നിട്ടുണ്ട്, മലയുടെ മുകളിലോട്ട് കയറണം. ആ മലയുടെ ഹൈറ്റ് എത്രയാണ്? 30 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇല്ല, അതിനെടുക്കുന്ന സമയം, നടന്നെത്താൻ എടുക്കുന്ന സമയം തന്നിട്ടുണ്ട്, 5 മിനിറ്റുമാണ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പവറാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്, ഇല്ലേ? ഇവിടുത്തെ വർക്ക് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടുത്തെ വർക്ക് കണ്ടുപിടിക്കുന്ന എം തന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടുണ്ട്, ടിയും തന്നിട്ടുണ്ട്. ഇത് 3 തന്നിട്ടുള്ളത്. അപ്പം വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം? എമ്മും എച്ചും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? എം ജി എച്ച് എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യാമല്ലോ. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ നമുക്ക് വർക്കിന് എങ്ങനെ ഇക്വേഷൻ കൊടുക്കാം? എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ഡിവൈഡ് ബൈ ടി എന്ന് കൊടുക്കാം, ഇല്ലേ? മാസ് എത്രയാണ്? 50 കിലോഗ്രാം തന്നിട്ടുണ്ട്. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. നമുക്കിവിടെ 10 എടുക്കാം കേട്ടോ. 10 9.8 എടുക്കുക. തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ് എടുക്കേണ്ടത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 10 എടുക്കുകയാണ്, കാൽക്കുലേഷൻ ഒന്ന് ഈസി ആക്കാൻ വേണ്ടി. ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ആണ്. ഡിവൈഡ് ബൈ ടൈം ഇവിടെ നോക്കുക. ടൈം 5 മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് എപ്പോഴും സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലേ വേണ്ടത്. അപ്പോൾ ഈ 5 മിനിറ്റുള്ള സമയത്തിന് നമ്മൾ എന്തിലേക്ക് മാറണം? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എത്ര വരും? 5 ഇൻറ്റു 60. സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെല്ലാം കൂടെ ക്യാൻസൽ ചെയ്യാമില്ല. അതായത് പോവും. ഇത് ഇവിടെ 10 വരും, ഇവിടെ 60 വരുവാണെന്നുണ്ടെങ്കിൽ 16 ക്യാൻസൽ ചെയ്ത് കളയാം. ഇതാ ഇവിടെ 2 വരും, അല്ലേ? ഈ 2 ഇവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇവിടെ 5 വരും. അപ്പോൾ എത്രയാണ് ആൻസർ? 10 ഇൻറ്റു 5 വരുമ്പോൾ 50, ഇല്ലേ? 50 വാട്ട്. മനസ്സിലായല്ലോ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതെവിടെ ആൻസർ തന്നിട്ടുണ്ട് 50 വാട്ടെന്ന്. അപ്പോൾ സൈഡിൽ ചെയ്ത് നോക്കോട്ടെ. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക, സൈഡിലേക്ക് എടുത്ത് എഴുതുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. 50 വാട്ടാണ് ആ കുട്ടിയുടെ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഗീവ് റീസൺ. അതായത് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തി അതിനുള്ള കാരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ പെടാത്ത ഏതെന്ന് കണ്ടെത്തണം, എന്നിട്ട് അതിൻ്റെ റീസണും. എ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. ഒരാൾ തലയിൽ ചുമടുമായി നിൽക്കുന്നു. എ മാൻ ക്ലൈംബിങ് എ ലാഡർ വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. ഒരാൾ തലയിൽ ചുമടുമായി ഗോവണി കയറുന്നു. എ ബോയ് ഈസ് പുഷിങ് എ വോൾ. ഒരു കുട്ടി എന്താണ്? ഭിത്തി തള്ളുവാണ്. പിന്നെന്താണ്? 2 persons പുഷിങ് എ ടേബിൾ ഫ്രം ഓപ്പോസിറ്റ് സൈഡ്സ് വിത്ത് ഈക്വൽ ഫോഴ്സസ്. 2 പേർ വിപരീത ദിശയിൽ നിന്നും തുല്യ ബലത്തോടെ ഒരു മേശ തള്ളുന്നു. ഇതിലെ കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? നോക്കൂ. ഒരാൾ തലയിൽ ചുമടുമായി നിൽക്കുന്നു. അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഒരാൾ തലയിൽ ചുമടുമായി ഗോവണി കയറുന്നു. അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ? ഒരു കുട്ടി ഭിത്തി തള്ളുന്നു. അവിടെ നിന്നാണ് വർക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നില്ല. 2 പേർ വിപരീത ദിശയിൽ നിന്ന് തുല്യബലത്തോടെ മേശ തള്ളുവാണ്. അവിടെ വർക്ക് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അപ്പം ഇതാണ് ഈ എയും സിയും ഡിയുടെ കേസിൽ അവിടെ നിന്ന് വർക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? ഇവിടെ ബി ആണ് കൂട്ടത്തിൽപ്പെടാത്തത്. അവിടെ നിന്നാണ് വർക്ക് നടക്കുന്നുണ്ട്. ഒരാൾ തലയിൽ ചുമടുമായി ഗോവണി കയറുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൂട്ടത്തിൽപ്പെടാത്തത്. മനസ്സിലായല്ലോ? ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലൈംബിങ് എ ലാഡർ വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. അതിന് റീസൺ എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി ദ സിറ്റുവേഷൻ വെയർ വർക്ക് ഈസ് ഡൺ. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമുള്ളതാണ് വർക്ക് നടക്കുന്നത്. ഒരാൾ തലയിൽ ചുമടുമായ ഗോവണി കയറുന്നു, മറ്റുള്ളവയിൽ ഒന്നാണ് പ്രവൃത്തി ചെയ്യുന്നില്ല. ഈ ഒരു കേസിൽ മാത്രമുള്ള അവിടെ വർക്ക് നടക്കുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. നെയിം ദ ഇൻസ്ട്രുമെന്റ് ഡെപ്പിക്റ്റഡ് എബോവ്. ചിത്രത്തിലെ ഉപകരണം തിരിച്ചറിഞ്ഞ് അതിൻ്റെ പേര് എഴുതുക. ഏതാണ് ഉപകരണം? റിയോസ്റ്റാറ്റ് ആണ്, അല്ലേ? ഉപകരണം ഏതാണ്? റിയോസ്റ്റാറ്റ് ആണ് ഇവിടുത്തെ ഉപകരണം. ഇനി
ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത്? പ്രിൻസിപ്പിൾ. റൈറ്റ് ദ പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ വിച്ച് ഡിവൈസ് ഈസ് ഡിസൈൻഡ്. എന്താണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരേ വണ്ണം, ഇവിടെ ഒരു കണ്ടക്ടർ കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിൻ്റെ ഒരേ വണ്ണമുള്ള ആ കണ്ടക്ടർ അല്ലെങ്കിൽ ചാലകത്തിൻ്റെ പ്രതിരോധം എങ്ങനെയായിരിക്കും? അതിൻ്റെ നീളത്തിന് തുല്യമായിരിക്കും അല്ലേ. പ്രതിരോധം നമ്മൾ പഠിച്ചാണ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ അല്ലേ. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണേറ്റ് ടു ലെങ്ത് എന്ന് പഠിച്ചതാണ് ഇല്ല. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഇനി ഫോർ വാട്ട് പർപ്പസ് ഡു വി യൂസ് ഇറ്റ് ഇൻ എ സർക്യൂട്ട്? സർക്യൂട്ടുകളിൽ ഈ ഉപകരണം ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ടു കൺട്രോൾ ദ കറണ്ട്. സർക്യൂട്ടിലെ കറണ്ടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ആൻസർ കൊടുത്തിട്ടുണ്ട്, നോക്കി എഴുതുക കേട്ടോ. റിയോസ്റ്റാറ്റ് ആണ് ഉപകരണം. ഒരേ വണ്ണമുള്ള ഒരു ചലകത്തിൻ്റെ പ്രതിരോധം അതിൻ്റെ നീളത്തിന് നേർ അനുപാതത്തിലായിരിക്കും. റെസിസ്റ്റൻസ് ഓഫ് എ യൂണിഫോം വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണേറ്റ് ടു ഇറ്റ്സ് ലെങ്ത്. പിന്നെന്താണ് അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പ്രതിരോധത്തിൽ മാറ്റം വരുത്തി സർക്യൂട്ടിലെ കറണ്ടിനെ നിയന്ത്രിക്കാൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ബൈ ചേഞ്ചിങ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്ത്, പ്രതിരോധം ചേഞ്ച് ചെയ്തിട്ട് സർക്യൂട്ടിലെ കറണ്ടിനെ അവിടെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് റിയോസ്റ്റാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. എഴുതിക്കോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ എനർജി പൊസസ്ഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ചുവടെ ചേർത്തിരിക്കുന്ന സന്ദർഭങ്ങളിൽ വസ്തുവിൻ്റെ യാന്ത്രിക ഊർജം ഏത് തരമാണെന്ന് കണ്ടെത്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എ സ്ട്രെച്ചർ സ്ട്രിങ്, വലിച്ചു നീട്ടിയ ഒരു സ്പ്രിങ്ങിൽ ഏതാണ് അവിടുത്തെ എനർജി? പൊട്ടൻഷ്യൽ എനർജി ആണല്ലേ. പൊട്ടൻഷ്യൽ എനർജി ഏതാണ്? സ്ഥിതികോർജം. വലിച്ചു നീട്ടിയ സ്പ്രിങ്ങിൽ ഏതാണ്? സ്ഥിതികോർജമാണ് ഉള്ളത്. വലിച്ചു നീട്ടിയ സ്പ്രിങ്ങിൽ സ്ഥിതികോർജം. അടുത്ത് എ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ. ഒരു തോക്കിൽ നിന്നും പായുന്ന വെടിയുണ്ട് ഏതാണ്? കൈനറ്റിക് എനർജിയാണ്. മൂവിയല്ല, അപ്പോൾ കൈനറ്റിക് എനർജി. ഗതികോർജമാണ് അവിടെയുള്ളത്. ഗതികോർജം. അടുത്തത് വാട്ടർ സ്റ്റോർഡ് ഇൻ എ ടാങ്ക് അറ്റ് എ സർട്ടൺ ഹൈറ്റ്. ഉയരത്തിലുള്ള ടാങ്കിൽ സംഭരിച്ചിരിക്കുന്ന ജലം അതേതാണ്? പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലേ. പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജം. സ്ഥിതികോർജമാണ് അവിടെ ഉള്ളത്. അടുത്ത് എ ബേർഡ് ഫ്ലൈയിങ് അറ്റ് എ സർട്ടൺ ഹൈറ്റ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്. ഒരു നിശ്ചിത ഉയരത്തിൽ സമവേഗതയോടെ പറക്കുന്ന പക്ഷി, ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ സമവേഗതയോടെ പറക്കുവാണ് പക്ഷി. അപ്പോൾ അവിടെ എന്തൊക്കെ എനർജി ഉണ്ട്? രണ്ട് എനർജി ഇല്ലേ, മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. മൂവ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഹൈറ്റിലുമാണ്. അപ്പോൾ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? കൈനറ്റിക് എനർജിയും ഉണ്ട് അല്ലേ. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഉണ്ട്. മനസ്സിലാകുന്നില്ല? സ്ഥിതികോർജവും ഇവിടെ എന്താണ്? ഒരു പർട്ടിക്കുലർ ഹൈറ്റിലായതുകൊണ്ട് സ്ഥിതികോർജം ഉണ്ട് അല്ലേ. സ്ഥിതികോർജം ഉണ്ട്, അതുപോലെ മൂവ് ചെയ്യുന്നുണ്ട്. മൂവ് ചെയ്യുന്നുള്ളതുകൊണ്ട് അതാണ് അവിടെ നിന്നാണ് ഗതികോർജവും ഉണ്ട്. അപ്പോൾ ഗതികോർജവും സ്ഥിതികോർജവും ഇവിടെ ഉണ്ട്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സർക്യൂട്ട് ഡയഗ്രാമാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. സർക്യൂട്ട് ഡയഗ്രത്തിൽ എന്തൊക്കെയുണ്ട്? ഒരു ബാറ്ററി ഉണ്ട് അല്ലേ. ഒരു ബാറ്ററി ഉണ്ട്. then എന്താണ്? റിയോസ്റ്റാറ്റ് ഇവിടെയുണ്ട്, സ്വിച്ച് ഉണ്ട്. പിന്നെ എന്താണ്? ഇതൊരു റെസിസ്റ്റൻസ് വയർ ആണ് കേട്ടോ. ഒരു പ്രതിരോധമാണ് ഇവിടെ ഉള്ളത്. ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഒരു അമീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കാം. The battery in the above circuit can provide a potential difference of 8 volt. Find the EMF of one cell if they are identical. എന്താണ് ചോദിച്ചിരിക്കുന്നത്? സർക്യൂട്ടിലെ ബാറ്ററി പ്രദാനം ചെയ്യുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം 8 വോൾട്ട് ആണ്. ഇതുണ്ടല്ലോ, ഈ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനാണ് 8 വോൾട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേപോലെയുള്ള സെല്ലുകളാണ് ബാറ്ററിയിലുള്ളത്, ഒരേപോലത്തെ സെല്ലുകളാണുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെ EMF എത്രയായിരിക്കും? 8 വോൾട്ടാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ഓരോന്നും ഒരുപോലത്തെ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ. 4 സെല്ല് ഒരുപോലെയുള്ളവയാണ്. മനസ്സിലല്ലോ? അപ്പോൾ ഓരോന്നിൻ്റെ EMF എത്രയായിരിക്കും? 8/4 ചെയ്ത് വെച്ചാൽ പോരെ. 8/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 വോൾട്ട് അല്ല. അപ്പോൾ ഓരോന്നും 2 വോൾട്ട് വീതമാണ് അല്ലേ. 2 വോൾട്ട് വീതമുള്ള ഒരേപോലത്തെ 4 എണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ 2 വോൾട്ടാണ് അവിടെ ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. When the voltmeter reading is 0.3 volt, the ammeter reading is found to be 0.15 ampere. What will be the resistance of the wire X? ഈ ക്രമീകരണത്തിൽ വോൾട്ട്മീറ്റർ റീഡിംഗ് 0.3 വോൾട്ട് ആയപ്പോൾ അമീറ്റർ റീഡിംഗ് 0.15 ആംബിയർ ആയി മാറുന്നു എങ്കിൽ എക്സ് എന്ന ചാലകത്തിൻ്റെ പ്രതിരോധം എത്രയായിരിക്കും? ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ? ഇവിടുത്തെ വോൾട്ട്മീറ്ററിൻ്റെ റീഡിംഗ് എത്രയാണ്? 0.3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വോൾട്ട്മീറ്ററിൻ്റെ റീഡിംഗ് 0.3 വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അമീറ്ററിൻ്റെ റീഡിംഗ് എന്ന് വെച്ചാൽ 0.15 ആംബിയർ എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഈ ചാലകത്തിൻ്റെ പ്രതിരോധം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി ആണ് ക്വസ്റ്റ്യൻ കേട്ടോ. ബി പാർട്ടാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കുന്നത്? പ്രതിരോധം കണ്ടുപിടിക്കാമല്ലോ. R അല്ലേ. R = V/I വെച്ച് ചെയ്താൽ പോരെ.
വോൾട്ട് മീറ്റർ റീഡിങ് തന്നിട്ടുണ്ട് 0.3 ആണെന്ന് തന്നിട്ടുണ്ട്. 0.3 ഡിവൈഡ് ബൈ അവിടുത്തെ കറണ്ട് 0.15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യണം. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിന്റ് ആണ് കിടക്കുന്നത്, അതിനെ നമുക്ക് പോയിന്റ് മാറ്റാം. അപ്പം താഴെ കിടക്കുന്ന 0.15 അല്ല, അതിനെ 15 ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? മനസ്സിലാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യാൻ മാത്സിൽ പഠിക്കുന്നതാണ്, ചെയ്യാൻ അറിയാൻ മേലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിനെ നമ്മൾ 0.15നെ 100 കൊണ്ട് ഗുണിക്കുന്നു. അതേപോലെ തന്നെ 100 കൊണ്ട് തന്നെ ഇവിടെയും കുടിക്കണം. അപ്പോൾ 0.3 × 100 കേട്ടോ, 0.3 × 100 വരും. അപ്പോൾ ഇത് എത്ര വരും? ഇവിടെ 30 വരും. മനസ്സിലാകുന്നുണ്ട്? ഇവിടെ എത്ര വരും? 15 വരും. മനസ്സിലായല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 ഓം. 30 ഡിവൈഡ് ബൈ 15 എന്ന് വരുമ്പോൾ 2 ഓം കിട്ടും. അപ്പോൾ ഈ ചാലകത്തിൻ്റെ പ്രതിരോധം എത്രയാണ്? 2 ഓം ആണ്. ഈ ചാലകത്തിൻ്റെ പ്രതിരോധം നമുക്ക് എത്ര കിട്ടി? 2 ഓം എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, വീണ്ടും റിയോസ്റ്റാറ്റ് ക്രമീകരിച്ച് റീഡിങ് 0.3 ആംബിയർ ആയി മാറ്റുന്നു. റിയോസ്റ്റാറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ അമീറ്ററിലെ റീഡിങ് നമ്മൾ 0.3, ആദ്യമേ 0.15 ആയിരുന്നു, പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രയാക്കി? 0.3 ആംബിയർ ആക്കി. 0.15 ആയിരുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് 0.3 ആക്കി, കൂട്ടി. അപ്പോഴുള്ള വോൾട്ട് മീറ്റർ റീഡിങ്, അപ്പോൾ ഇവിടുത്തെ വോൾട്ട് മീറ്റർ റീഡിങ് എത്രയായിരിക്കും? 0.15 ആയിരുന്നപ്പോൾ വോൾട്ട് മീറ്റർ റീഡിങ് 0.3 ആയിരുന്നു. നമ്മൾ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അമീറ്റർ റീഡിങ് 0.3 ആക്കി. അപ്പോൾ ഇവിടുത്തെ വോൾട്ട് മീറ്റർ റീഡിങ് നമുക്ക് കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? ഇപ്പോൾ വോൾട്ട് മീറ്റർ റീഡിങ് കണ്ടുപിടിക്കാമല്ലോ. സി ആണില്ല, അപ്പോൾ V = I × R ചെയ്ത് വെച്ചാൽ പോരെ. I ഇവിടെ എത്രയാണ്? 0.3 ആണ് അല്ലേ? ഇതിൻ്റെ പ്രതിരോധം എത്രയാണ്? 2 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര കിട്ടി? 0.6 വോൾട്ട്. മനസ്സിലായല്ലോ? 0.6 വോൾട്ടായി. ഇനി ഈ ഉത്തരം കണ്ടെത്താൻ സഹായിച്ച നിയമം പ്രസ്താവിക്കുക. സ്റ്റേറ്റ് ദ ലോ വിച്ച് ഹെൽപ്ഡ് യു ടു ആൻസർ ദ അബോവ്. അപ്പോൾ ഇത് ഏതാണ് ഇവിടുത്തെ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഓംസ് ലോ ആണല്ലേ? ഓംസ് ലോ ആണ് ഇവിടുത്തെ നിയമം. ഓം നിയമമാണ്. ഓംസ് ലോ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ആൻസറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓം നിയമം പറഞ്ഞിട്ടുണ്ട്. സ്ഥിരതാപനിലയിൽ ഒരു ചാലകത്തിലൂടെയുള്ള കറന്റ് അതിൻ്റെ അഗ്രങ്ങൾക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. വെൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ദ കറന്റ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണേറ്റ് ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് എൻഡ്സ്. ഇതാണ് ആൻസർ കേട്ടോ. അപ്പോൾ ഓംസ് ലോ ഒക്കെ പഠിച്ചിരിക്കണം, ചോദിക്കുവാണെങ്കിൽ എഴുതിയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇലക്ട്രിക് സർക്യൂട്ട് ഇൻ വിച്ച് 40 ohm and 60 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. 40 ohm 60 ohm പ്രതിരോധങ്ങളെ സമാന്തര രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു വൈദ്യുത സർക്യൂട്ടാണ്. 40 ohm ഉണ്ട്, 60 ohm ഉണ്ട്, അത് സമാന്തരമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എന്ത് കണ്ടുപിടിക്കണം? കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം കണ്ടുപിടിക്കുക. പിന്നെ എന്താണ്? വാട്ട് ഈസ് ദ കറന്റ് ഫ്ലോവിങ് ത്രൂ 40 ohm റെസിസ്റ്റർ. ഈ 40 ohm റെസിസ്റ്റർ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? സഫല പ്രതിരോധം കണ്ടുപിടിക്കണം. ഇതെങ്ങനെയാണ്? പാരലായിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ, നമ്മൾ R1 R2 എന്ന് കൊടുക്കാം. R1 എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ 40 ohm ആയിട്ട് എടുത്തു. R2 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 60 ohm ആയിട്ട് എടുത്തു. ഇവിടുത്തെ വോൾട്ടേജ് സപ്ലൈ തന്നിട്ടുണ്ട് എത്രയാണ്? 12 വോൾട്ടും ആണ്. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക കേട്ടോ. ദെൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലാണ്. അപ്പോൾ RP = എങ്ങനെയാണ്? R1 R2 ഡിവൈഡഡ് ബൈ R1 + R2 ഇതല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു R1 40 ആണ്. 40 × 60 ഡിവൈഡഡ് ബൈ 40 + 60. ദെൻ ഇത് എത്ര വരും ആൻസർ? ഇത് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 40 × 60 വരുമ്പോൾ 2400 എന്ന് വരും. 2400 ഡിവൈഡഡ് ബൈ ഇത് എത്രയാണ്? 100 വരും. മനസ്സിലായല്ലോ? അതാ 2 0 ഇവിടെ പോയി. 24 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ohm. അപ്പം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തെ സഫല പ്രതിരോധം എത്ര കിട്ടി? 24 ohm എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്? 40 ohm പ്രതിരോധത്തിലൂടെ പ്രവഹിക്കുന്ന കറന്റ്, ബി പാർട്ട് എന്നാണ് 40 ohm. ഇതുണ്ടല്ലോ, ഇതിലൂടെ പ്രവഹിക്കുന്ന കറന്റ് നമ്മൾ കണ്ടുപിടിക്കണം ഇല്ല? അപ്പോൾ കണ്ടുപിടിക്കാമല്ലോ. I = V/R ചെയ്താൽ പോരെ. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 12 ആണ് അല്ലേ? ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 12 ആണ്. ദെൻ കറണ്ട് എങ്ങനെയാണ്? കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണല്ലോ. അപ്പോൾ 40 കൂടെ പോകുന്ന കറണ്ട് നമ്മൾ റെസിസ്റ്റൻസ് 40 ആണ്. 12 ഡിവൈഡഡ് ബൈ 40 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര കിട്ടും? 0.3 ആംബിയർ. ഡിവൈഡ് ചെയ്യുക അല്ലേ? 0.3 ആംബിയർ എന്ന് കിട്ടും ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഡിസ്കസ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ബാക്കി ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
താങ്ക് യു.